Let's go. I wake up to a little bit of drool on my pillow, feel like it's gonna be I love the chase and the hunt, and I set the pace when I'm running. I always take what I want and I always give it 100. Don't need a life and there's nothing that makes me happy. Hold my beer for a minute, I'm about to quit my job, cash in for a ticket. Get up, nah I ain't a quitter. Toss to the ball, I'm a really big hitter. Big picture, I'm a straight killer. To the highest bidder. 1, 2, 3, 4, 5, 6, 7, 8. சந்தனக்கட்ட ஆட்டம் பம்பரக்கட்ட பாட்டா வச்சிட்டு பட்ட சே பல்லாண்ட மராஜா கல்லாண்ட ரிண்டா நம்மோட മൂൺ വോക്ക് മൂവിയിൽ ചെയ്തപ്പോ ഉണ്ടായ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റീസൺ ഒരു കാര്യം എന്താ? കുറച്ച് നല്ല കൂട്ടുകാരെ കിട്ടി. ഇതൊക്കെ എന്ത് എന്ന മൂഡിൽ ഡാൻസ് കളിച്ച ആരാണ് ഈ കൂട്ടത്തില്? ഇതൊക്കെ എന്ത്? സിമ്പിൾ, ദിസ് ഈസ് വെരി സിമ്പിൾ. നോ ലേറ്റ് നൈറ്റ് ഷൂട്ട് പോകുമ്പോ ഇതൊക്കെ എന്തോന്നെന്ന് തോന്നിയിട്ടുണ്ട്. തിരുവനന്തപുരം റാപ്പ് നീ കേട്ടില്ലെങ്കിൽ കോപ്പ്, ഇവിടത്തുള്ള പയറ തൊട്ട അപ്പ കിച്ചൻ തേപ്പ്, ഗേൾസ് മൊത്തം ഫ്രീക്ക്, ഇവിടെ ബോയ്സ് എല്ലാം റോങ്. ഇതുവരെ കേട്ടില്ലെങ്കിൽ ഞാൻ പറയുന്ന കേക്ക്, ഇവിടെ നമ്മളെല്ലാം ഒന്ന്, ഇത് പത്മനാഭൻ മണ്ണ്, ഈ മണ്ണി തൊട്ട പൊന്നും വിളയും, നീ വന്ന് ഇവിടെ നോക്ക്. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസന്റ് സംതിങ് സ്പെഷ്യൽ. ഇന്നത്തെ നമ്മളുടെ സംതിങ് സ്പെഷ്യലിൽ എന്റെ കൂടെ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചധികം ആൾക്കാരുണ്ട്. ഒന്നല്ല രണ്ടല്ല 12 പേരാണ് ഇന്ന് എന്റെ കൂടെ ഉള്ളത്. മൂൺ വോക്ക് മൂവിയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ ആണ് നമ്മളുടെ ഒപ്പം എന്നുള്ളത്. ഹലോ എവ്രിവൺ. ഞാൻ നടുക്ക് തന്നെ നിൽക്കാം. സോ എന്ത് പറയുന്നു? ഐ തിങ്ക് യു ഓൾ ആർ വെരി എക്സൈറ്റഡ് ടുഡേ. മെയ് 23 നമ്മളുടെ മൂവി ഇറങ്ങുകയാണല്ലേ? അതിന്റെ എക്സൈറ്റ്മെന്റ് ആണോ എല്ലായിടത്തും കാണുന്നത്? എല്ലാവർക്കും I am more excited. എന്റെ ബർത്ത്ഡേ ആണ് May 23. ഓ വാവ്. നിങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു ആളുടെ ബർത്ത്ഡേ ആണെന്ന്? അപ്പൊ നമുക്ക് May 23 എന്റെ ബർത്ത്ഡേ ആണ്. So I am really happy. എന്റെ മൂവി ഒരു കേക്ക് കട്ടിങ് നമുക്ക് സെലിബ്രേഷൻ ആൻഡ് ബർത്ത്ഡേ ഒരുമിച്ചാക്കാനല്ലേ? Oh, is it? Oh, in this movie. Okay, അങ്ങനെയൊന്നുമില്ലത്. So 23 രണ്ടുപേരുടെയും ബർത്ത്ഡേ ആണ്. അപ്പൊ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. 23 തിയേറ്ററിൽ വെച്ച് തന്നെ ആഘോഷിക്കാം അല്ലേ? എക്സൈറ്റ്മെന്റ്. നിങ്ങളുടെ ആരെങ്കിലും ബർത്ത്ഡേ ഉണ്ടോ ആയിഷ? ഇല്ല. സോ ദിസ് മൂൺ വോക്ക് എന്നുള്ള ടൈറ്റിൽ കേൾക്കുമ്പോഴേ നമുക്കറിയാം ഇറ്റ്സ് ഓൾ അബൌട്ട് ഡാൻസ് അല്ലേ? സോ നിങ്ങൾ എല്ലാവരും ഡാൻസേഴ്സ് ആണോ? എല്ലാവരും ഡാൻസേഴ്സ് അല്ല, കളിക്കും കുറച്ച് പേരൊക്കെ. ഇതിൽ ഏറ്റവും നല്ല ഡാൻസർ ആരാ? അങ്ങനെയില്ല, എല്ലാരും എന്നാലും അവരവരെ ഇതില് ഏറ്റവും നല്ല ഡാൻസർ ആയിട്ട് ആരെയാ തോന്നുന്നത് ഈ കൂട്ടത്തിൽ? ഞാൻ തന്നെയാണ്. അങ്ങനെ അല്ലല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാവർക്കും അവരവരായിട്ടുള്ള ടാലന്റ് ഉണ്ട്. അതിൽ എല്ലാരും ബെസ്റ്റ് ആണ്. എല്ലാവരും ബെസ്റ്റ് ആണ്. ഇപ്പൊ ഞാൻ പറയാണ് മൂൺ വോക്ക് എന്ന മൂവി ഒരു ഡാൻസ് റിലേറ്റഡ് മൂവി ആയതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഒരു സ്റ്റെപ്പ് ഇടാൻ പറഞ്ഞ ആരിടും? ബേസിക് ആയിട്ടുള്ളത് വേവ് അല്ലാതെ വേറെ എന്തെങ്കിലും അത് കിട്ടില്ലേ? എല്ലാം കിട്ടും ഇവിടെ, കുഴപ്പമില്ല. ട്രാക്ക് അല്ലാതെ ജസ്റ്റ് ഒരു സ്റ്റെപ്പ് മതി. നിങ്ങളെല്ലാവരും വളരെ പ്രൊആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് എനിക്ക് മനസ്സിലായി. സോ നിങ്ങൾ എല്ലാവരും ഫ്രഷ് ഫേസ് ആണ്. ഇവിടെ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആരോളെ മൂവി ചെയ്തിട്ട്? It's not your first time? No. It was when I did it. It was my first time. After that, I've done films. Okay, so this is your second movie. Yeah, technically it's my second. Yeah, she's not a Malayali. Where are you from? I'm from Bengaluru. I'm a Kannadiga. Yeah. Okay, so how was the experience with these people? It was amazing. It was really, really nice, and I got to make so many new friends. And it was. Who's your best friend? I mean, this guy. All of them are equally close. Like all of us spent equal amounts of time together on set. So it was a great experience for me, also because my character is a salsa dancer. So I got to explore that, form of dance as well. Who speaks to you more in this people? Because you are not a Malayali. Yeah. So I just want to know who speaks English well in this team.
I think all of them speak English, Okay. no worries. But like I got to spend most time with Anu because like he was my parents. ഓക്കെ നൈസ് Yeah. സോ നിങ്ങൾ ബാക്കി എല്ലാവരും പുതുമുഖങ്ങളാണ് അല്ലേ? അപ്പൊ നിങ്ങൾ Experienced. യു ആർ ഓൾസോ എക്സ്പീരിയൻസ്. Recent movie Dominic ആയിരുന്നു. ഓക്കെ. And then before that, before Moonwalk, did Parole. ഓ നൈസ് നൈസ്. ബട്ട് സ്റ്റിൽ നമുക്ക് ഒരുപാട് ന്യൂ ഫേസസ് തരുന്ന ഒരു മൂവിയാണിത് അല്ലേ? അപ്പം നിങ്ങൾക്ക് എല്ലാവരുടെയും എക്സ്പീരിയൻസ് ഏറെക്കുറെ സിമിലർ ആയിരിക്കും, ബിക്കോസ് ഓരോ എക്സ്പീരിയൻസും ഡിഫറെന്റ് ആയിരിക്കും. നിങ്ങൾ എല്ലാവരും പുതിയ ആളുകളായതുകൊണ്ട് അല്ലേ? നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ടായിരിക്കും, അതെനിക്കറിയാം. ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയും പേരുള്ളൂ. ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും അവിടെ ഇവിടെ ഒക്കെ കണ്ടിട്ടുള്ള മുഖങ്ങളാണ്. ബട്ട് സ്റ്റിൽ ഒരു മൂവിയിൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾ എല്ലാവരും കൂടി വരുമ്പോൾ ഒരുപാട് ന്യൂജൻ ആൾക്കാരാണ്. ആൻഡ് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഇതിന്റെ ടൈറ്റിലാണ്, ഞാൻ ഒന്നുകൂടി പറയട്ടെ, ചീള് പിള്ളേരുടെ ഞെരുപ്പ്. വാട്ട് ഈസ് ദാറ്റ്? ചീള് പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിവാൻഡ്രം സ്ലാങ് ഇങ്ങനെ ചെത്തി നടക്കുന്ന അങ്ങനെ ചീള് എന്ന് പറയും. അടിച്ചു പൊളിച്ച് നടക്കുന്ന പയ്യന്മാരെന്ന് പറയില്ലേ നമ്മളങ്ങനെ, അത് ലോക്കൽ സ്ലാങ് ആണ്, ചീള് പയ്യന്മാർ എന്ന് പറയും. ചീള് പയ്യന്മാര്. ഓക്കെ. അപ്പൊ ആ ഒരു ബേസിലാണ് എനിക്ക് തോന്നുന്നത് 90s കാലഘട്ടമാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ? നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ചീള് പിള്ളേരുടെ ഞെരുപ്പ് ഇൻ റിയൽ ലൈഫിൽ കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, നമ്മളെല്ലാം നല്ല പിള്ളേരായതുകൊണ്ട് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ശരിയോ? കേട്ടിട്ടുണ്ടാവുമല്ലോ. കേട്ടിട്ടില്ല. ഇതില് മൂൺ വാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ പടം ഉണ്ടല്ലോ. ആളാണ് ചക്ക ഇല്ലെന്നേ ഉള്ളൂ. ആ നിൽക്കുന്ന ആളൊന്ന് മൈക്കൊന്ന് പിടിച്ചേ. ഇതെന്താണ് ഉദ്ദേശിക്കുന്നതെന്നൊന്ന് പറഞ്ഞു കൊടുത്തേ എല്ലാവർക്കും. എന്താണ് ഈ മൂലം? ഒരു ചക്കയുണ്ട്, ഒരു സഞ്ചിയുണ്ട്. സുര, ഇതില് ഞാൻ ചെയ്യുന്ന ക്യാരക്ടറിന്റെ പേര് സുര എന്നാണ്. ഓക്കെ. സുര ലൈഫിലുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഇത് കാണിക്കുന്നത്. സൂര്യയുടെ എക്സ്പീരിയൻസ് ആണ്, ലൈഫ് എക്സ്പീരിയൻസ്. ചക്കയും ചാക്കുമായിട്ട് എന്താ ബന്ധം? അത് നമുക്ക് മൂവി കാണുമ്പോൾ അറിയാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ നമുക്ക് സിനിമയിൽ കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ചേട്ടന്റെ അടുത്ത് നിൽക്കുന്ന ഒരാളുണ്ട്. ആള് നമ്മളുടെ ജോണി ചേട്ടന്റെ മകനാണ്. ആളുടെ അടുത്ത് ചോദിക്കാം, ആള് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണോ? Your name is Arav. Arav. First experience ആണോ? ഫസ്റ്റ് ഫിലിം ആണ്. ജോണി ചേട്ടനെ പോലെ വില്ലൻ ക്യാരക്ടർ ആണോ? ആണ്. ഓക്കെ. അല്ലാതെ ഉണ്ട്. അതെ, ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇവിടെ ഉള്ളവരൊക്കെ എക്സ്പീരിയൻസ്ഡ് ആണ്. പുതുമുഖങ്ങളായിട്ട് വളരെ കുറച്ച് പേരേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ ദിസ് ഇസ് ഓൾ അബൌട്ട് ഡാൻസ്. ഞാൻ ഡാൻസ് റിലേറ്റഡ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അതിൽ നിങ്ങൾ ഉത്തരം പറയണം. ഓക്കെ? ആരാണ് കൂടുതൽ, ആരാണ് അല്ല എന്നുള്ളത്. ഓക്കെ അല്ലേ? പറ്റുന്ന പോലെ. ഡാൻസ് പഠിച്ച ഒരു പരുവമായ ആളാരാണ് ഈ കൂട്ടത്തില്? കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളത് വിഷ്ണു ചേട്ടനാണെന്നാണ്. ആളെല്ലാവർക്കും മണി നമ്മളെക്കാൾ എക്സ്പീരിയൻസ് കഷ്ടപ്പെട്ടത് നമ്മുടെ നായകനായിരിക്കും. നമ്മൾ ഇതിൽ വെച്ചിരുന്ന ഒരു ഈ മൂവിക്ക് വേണ്ടിട്ടല്ലേ പറയണേ? മൂവിയിൽ ഇതൊരു ഡാൻസർ അല്ലാണ്ട് വന്ന് ഡാൻസ് പഠിച്ചപ്പോൾ നല്ലൊരു ഡാൻസറായ നായകനാണ്. അവൻ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് ഈ സിനിമയിൽ അവൻ്റെ ക്യാരക്ടർ അവൻ ഒട്ടും കുറവ് വരുത്തരുതെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മളോട് കൂടെ നിന്നിട്ട് ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ചേട്ടാ ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ, മനുവിനെയൊക്കെ കൊന്നിട്ടുണ്ടോ? ഒരുപാട് ഇത് അവനോട് തന്നെ അവന്റെ എക്സ്പീരിയൻസ് ചോദിക്കുന്നതാണ് നല്ലത്. എന്ത് പറ്റി? എന്തായിരുന്നു നമ്മള് ഡാൻസ് അറിയാതെ ഇവിടെ വന്ന് വലിയൊരു ഡാൻസർ ആയിരിക്കാണ് അല്ലേ? എന്നാലും ഡാൻസറായി വേണ്ടി കുറച്ച് ഡാൻസ് പഠിച്ച് ഇവരൊക്കെ കുറെ കഷ്ടപ്പെട്ട്, ഞാനും കുറെ കഷ്ടപ്പെട്ട് ഇവ ഉദ്ഘാടനം ചെയ്യാൻ ചുമ്മാ ഇവരൊക്കെ തുടങ്ങട്ടെ. ഇവരൊക്കെയല്ലേ ഒരു ഡാൻസ് ക്ലാസ് ഒക്കെ തുടങ്ങുന്നേ. ഇവര് തന്നെ ഉണ്ടാവും അവിടെ പഠിപ്പിക്കാൻ ട്രെയിനേഴ്സ് ആയിട്ട്. എന്നിട്ട് വേണം ഇവര് മൂവി തിരക്കായി പോലെ എല്ലാരും പിന്നെ ഇവിടെ ട്രെയിൻ ചെയ്യണം. മൂവി കഴിഞ്ഞിട്ട് ഇവരെല്ലാരും വരും. എന്നിട്ട് അവിടുത്തെ കുട്ടികൾക്കും പിന്നെ ഫെമിലിയർ ആവുമല്ലോ ഈ പടം ഇറങ്ങി കഴിഞ്ഞാൽ. തീർച്ചയായിട്ടും ഓൾറെഡി ഉണ്ട്, ക്ലാസ് ഒക്കെ ഉണ്ട്. നമ്മള് വിഷ്ണുപ്രോക്ക് ഉണ്ട്, മനോജിനുണ്ട്. ഇന്ന് ഫുള്ള് പബ്ലിസിറ്റി ആണ്.
ഇന്ന് നമ്മളൊരു സ്റ്റുഡിയോ തുടങ്ങും, ഉടനെ തന്നെ നമ്മളൊരു ഡാൻസ് സ്റ്റുഡിയോ തുടങ്ങും. അവിടെ ആള് അറ്റത്ത് മിണ്ടാതിരിക്കുന്നുണ്ട്. പറയൂ, എന്താണ് ഈ ഡാൻസ് ക്ലാസ് അല്ലല്ലോ, നമ്മളുടെ ഡാൻസ് മൂവി മൂൺ വോക്ക് മൂവിയിൽ ചെയ്തപ്പോ ഉണ്ടായ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റീസൺ, ഒരു കാര്യം എന്താണ്? കുറച്ച് നല്ല കൂട്ടുകാരെ കിട്ടി. ഇവരൊക്കെയാണോ ആ കൂട്ടുകാര്? സന്തോഷമായി. ഓക്കെ, ഡാൻസ് ഓൾറെഡി അറിയുന്ന ആളായിരുന്നോ? സ്വന്തമായിട്ട്. അതെ, ഇപ്പൊ ഇങ്ങനെയാണ്. ഓക്കെ, എന്റെ കൂടെ 2-3 സുന്ദരി കുട്ടികളുണ്ട്. അപ്പൊ നമുക്ക് അവരോടും കൂടി ചോദിക്കാം അല്ലേ? നിങ്ങളുടെ പേഴ്സ് ഒക്കെ ആയിരിക്കുമല്ലോ. ആരുടെ പേഴ്സ് ആണ് നമുക്ക് ഫിലിമിൽ കാണാം അല്ലേ? ഇവന്റെ ആണ്. എന്റെ അല്ല. വിഷമൊന്നുമില്ല. പറഞ്ഞ കാര്യമില്ല. ഓക്കെ, സോ എങ്ങനെ ഉണ്ടായിരുന്നു മൂൺ വോക്ക് മൂവി? മൂൺ വോക്ക് മൂവിനെ പറ്റി എന്താ പറയാനുള്ളത്? മൂൺ വോക്ക് മൂവി അടിപൊളിയാണ്. ലൈക്ക് സീരിയസ്ലി people have done really great in that. നല്ല ഡാൻസ് റിലേറ്റഡ് വൺ ഓഫ് ദ ഗ്രേറ്റ് മൂവീസ് ആണ്. പിന്നെ ഞാൻ ഡാൻസ് ചെയ്യുന്നില്ല അതിലായിട്ട്, വേറെ റോളാണ് അതിനകത്ത്. വേറെ റോളാണ് ചെയ്യുന്നത്. ഓക്കെ, നല്ലൊരു മൂവിയാണ് ആസ് ഷീ സെഡ്. പിന്നെ ഇവരുടെ കുറേ പേരുടെ കഷ്ടപ്പാടാണ്, ഇവരൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടു ഫോർ ദി ഡാൻസ്. ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് ആരായിരിക്കും? അങ്ങനെയില്ല, എല്ലാവരും ഈക്വൽ എമൗണ്ട് ആണ്. കാരണം അവരുടെ എഫേർട്ട് ഒത്തിരി ഇതിൽ കാണാനുണ്ട്. അവരുടെ ആഗ്രഹം, അവരുടെ പാഷൻ, ഇറ്റ്സ് വിസിബിൾ ഓൺ ദി മൂവി. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ആൻഡ് ഞാനും ഇതിലൊരു ചെറിയ ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നുന്നത് ഇത്രയും നിങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഒരു വൈബ് ഉണ്ട്. അപ്പം സെറ്റിലും ആ ഒരു സെയിം വൈബ് ഉണ്ടായിരുന്നായിരിക്കുമല്ലോ അല്ലേ? വൈബ് മാത്രമായിരുന്നു. അഭിനയിച്ചില്ല, ഫുൾ വൈബായിരുന്നു. അതെ, വൈബിന്റെ ഇടയ്ക്ക് പോയി, പക്ഷെ ഞങ്ങൾക്ക് മെയിൻ വൈബായിരുന്നു അല്ലേ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ്, ഇതൊക്കെ എന്ത് എന്ന മൂഡിൽ ഡാൻസ് കളിച്ച ആരാണ് ഈ കൂട്ടത്തില്? ഇതൊക്കെ എന്ത്? സിമ്പിൾ, ദിസ് ഇസ് വെരി സിമ്പിൾ. നോ, അങ്ങനെ തോന്നിയ എല്ലാരും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പഠിച്ച് അതേപോലെ ടൈമിങ് ഒത്തിരി പ്രാവശ്യം ചെയ്യണ്ടേ, ചെയ്യണം. അപ്പൊ അവരുടെ ആയിട്ടുള്ള കുഴപ്പങ്ങളുണ്ടായിരുന്നു, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ചിൽ ഗൈസ് ആണ്. ലേറ്റ് നൈറ്റ് ഷൂട്ട് പോകുമ്പോ ഇതൊക്കെ എന്തോന്നെന്ന് തോന്നിയിട്ടുണ്ട്. കളിക്കുന്നതിൽ അതൊന്നും നമുക്ക് എൻജോയ് ചെയ്ത് തന്നെയാണ് എല്ലാവരും. ബിക്കോസ് എല്ലാവരും ഓൾറെഡി ആശാനാണ് നമ്മുടെ കയ്യിലുള്ള എന്താണോ അത് മാത്രം ഉപയോഗിച്ചു. ആളെ ഒരു കഷ്ടപ്പാടും നമ്മളെ വരുത്തിച്ചു. പക്ഷെ അത് നമ്മൾ തെറ്റിച്ച് കുറെ അവരെ കുറച്ച് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അവര് ജിഷ്ണു, പിന്നെ അബി ആൻഡ് അസോസിയേറ്റ്സ് മീൻസ് അസിസ്റ്റൻസ്, കൊറിയോഗ്രാഫി അസിസ്റ്റൻസ്, അവർ അടിപൊളിയായിട്ട് അതിനകത്ത് കഷ്ടപ്പെട്ട് നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ, ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തില് ഇപ്പം ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലെന്ന് അറിയാം, ബട്ട് സ്റ്റിൽ ട്രെയിലറിൽ നിങ്ങളുടെ ഫേസ് കണ്ടപ്പോൾ എന്താണ് ശരിക്കും തോന്നിയത്? ബിക്കോസ് ഇതിന് ഫുൾ വൈബ് ആയിട്ടുള്ള ഒരു മൂവിയാണിത്. അപ്പൊ അത് കണ്ടപ്പോ എന്തായിരുന്നു ഫീൽ ചെയ്തത്? ഞാൻ ഒളിച്ചിരിക്കുക, എന്നോട് ചോദിക്കില്ലേന്ന്. ഒരുപാട് സന്തോഷമായി. ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു എന്റെ ഫേസ് കാണുന്ന ട്രെയിലർ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. ടീഷർട്ട് വരെ നിങ്ങൾ ഇട്ടിരിക്കുന്നത് ആളുടെയാണ്. ഇതിൽ കൂടുതൽ എന്ത് വേണം അല്ലേ? ഇതിൽ കൂടുതൽ എന്ത് വേണം? അതേപോലെ തന്നെ ഈ മൂവിയിൽ ഭയങ്കര ഒരു ഹൈലൈറ്റ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഹനാൻഷ പാട്ട് പാടിയിട്ടുണ്ട് അല്ലേ? നിങ്ങൾ ഡാൻസേഴ്സ് ആണെന്ന് എനിക്കറിയാം, പാട്ടുകാരും കൂടിയാണെന്നുള്ളത് ഞാൻ കേട്ടു. അപ്പൊ നമുക്ക് ആ പാട്ട് കൂടി പാടിയോ? ഇത് മറ്റേ ഹരിശ്രീ ശോഭന. ഞാൻ നന്നായിട്ട് തുണിയാണ് എപ്പോഴും ഇങ്ങനെ തന്നെയാണോ? സെറ്റിലൊക്കെ ഇങ്ങനെ തന്നെയാണോ? കഴിവുള്ളവർ നമ്മൾ പുറത്തു കൊണ്ടുവരണം. അതെ, സ്വന്തം തലേന്ന് ഒഴിവാക്കിയിട്ട്. അപ്പൊ പാടും, നിങ്ങൾ എല്ലാരും ഒന്ന് കൂടെ പാടണേ. ഏത് പാട്ടാ പാടണേ? ഇതൊക്കെ എന്തും ഓ കിനാകാലം, ഓ ഏതോ കഥ പോലെ, ഓ ശാന്തമീ തീരം, ഓ നാല് ചുമരുകളുള്ളിലൊടുങ്ങിയ ഉലകം.
കാലടക്കാലം തേക്കിളിക്കാലം ആൽത്തരക്കാലം നോക്കുകൊണ്ടു പ്രേമം അറിഞ്ഞിരുന്ന കാലം വാക്കിനായി കാത്തു കാത്തു നാൾ കൊഴിഞ്ഞ കാലം ഓ കിനാകാലം ഓ ഏതോ കഥ പോലെ ഓ ശാന്തമീ തീരം ഓ നാല് ചുവരുകളിൽ ഡാൻസ് മാത്രല്ല പാട്ടും നമുക്ക് പോവല്ലേ. ഇതുപോലെ വേറെ എന്തൊക്കെ ടാലൻസ് ഉണ്ട് നിങ്ങൾക്ക്? സോറി, മൈക്ക് ഉണ്ടോ? ഒന്ന് ചേർന്ന് നിൽക്കൂ. എന്തൊരു പ്രോത്സാഹനം എല്ലാവർക്കും, എന്തൊരു സന്തോഷം എല്ലാവർക്കും. നിങ്ങൾ എല്ലാരും കൂടെ എഴുതിയ റാപ്പുണ്ട്. ഓക്കേ, ഫ്രീ ടൈമിലൊക്കെ എഴുതിയ അടിപൊളി അടിപൊളി. ലെറ്റ്സ് ഗോ, കം ഓൺ കം ഓൺ. ഏയ് തിരുവനന്തപുരം റാപ്പ് നീ കേട്ടില്ലെങ്കിൽ കോപ്പ് ഇവിടത്തുള്ള പയറ തൊട്ട അപ്പ കിച്ചൻ തേപ്പ് ഗേൾസ് മൊത്തം ഫ്രീക്ക് ഇവിടെ ബോയ്സ് എല്ലാം റോങ് ഇതുവരെ കേട്ടില്ലെങ്കിൽ ഞാൻ പറയുന്ന കേക്ക് ഇവിടെ നമ്മളെല്ലാം ഒന്ന് ഇത് പത്മനാഭൻ മണ്ണ് ഈ മണ്ണി തൊട്ട പൊന്നും വിളയും നീ വന്ന് ഇവിടെ നോക്ക് ഞാനങ്ങ് എൻജോയ് ചെയ്ത് വരുമായിരുന്നു. വലിയൊരു പാട്ടായിട്ട് നിങ്ങൾ ഇറക്കായിരിക്കും. സോ ഗുഡ് ഗൈസ്. പ്രമോഷൻ വീഡിയോ നിങ്ങൾക്ക് പറ്റിയൊരു അവസരമായിരുന്നു ഇത്. ഇനിയിപ്പോ ഈ മൂവി കഴിഞ്ഞ അപ്പൊ തന്നെ ഇത് റാപ്പായിട്ട് നിങ്ങൾ എല്ലാരും കൂടി അഭിനയിച്ച് വേണം എന്നെ വിളിച്ചോ, കുഴപ്പമില്ല. പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് പക്ഷെ എനിക്ക് അതിന്റെ അർത്ഥം ഒന്നും മനസ്സിലായില്ല. എന്താ ഇത് മൊത്തത്തിൽ ഉദ്ദേശിക്കുന്നത്? നമ്മള് തേപ്പ് എന്നൊക്കെ കേട്ടു. കണ്ടോ? ബോയ്സ് എല്ലാം റോങ് ഇതുവരെ കേട്ടില്ലെങ്കിൽ ഞാൻ പറയുന്ന കേക്ക് എല്ലാം ഒന്ന് ഇത് പത്മനാഭൻ മണ്ണ് ഈ മണ്ണി തൊട്ട പൊന്നും വിളയും നീ വന്ന് ഇവിടെ നോക്ക്. അതുപോലെ ഇത് ആരായിരുന്നു ഇതിന്റെ വരികളൊക്കെ ചെയ്തതും ചേട്ടൻ തന്നെയാണ്. ഓക്കെ, അപ്പൊ തന്നെ നമ്മള് ഡാൻസ് എല്ലാം അങ്ങനെയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ജനറൽ നോളജ് ഉള്ള ആളാരാ? അങ്ങനെയൊന്നും ഞങ്ങൾ സംസാരിക്കാറില്ല, ഞങ്ങൾ ചിൽ അല്ല വെറുതെ അല്ല എനിക്കതറിയാം. ഇതിൽ ഏറ്റവും കൂടുതൽ തള്ളിസ്റ്റാരാ? എനിക്ക് ആളെ കണ്ടപ്പോ തന്നെ തള്ളാറില്ല, സത്യം മാത്രമേ പറയാറുള്ളൂ. പക്ഷെ കുറച്ച് പൊടി മസാലയൊക്കെ ചേർത്ത് ഇടയ്ക്കൊക്കെ. ഏറ്റവും ഫൺ ആളാണല്ലേ? അങ്ങനെയൊന്നുമില്ല, ചില സമയത്ത്. ഓക്കെ, അപ്പം നിങ്ങൾ എല്ലാരും ഇത്രയും ഫൺ ആയതുകൊണ്ട് നമുക്കൊരു ഫൺ സെഗ്മെന്റിലേക്ക് പോയാലോ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അതില് I'm sorry, this all are Malayalam songs. No, one is not Malayalam. Okay, so that I will give it to you. Okay, so ഇതൊരു ടീം. കണ്ടില്ലല്ലോ എന്റെ ഫോൺ? ഓക്കെ, സോ ഞാൻ ഒരു പാട്ട് ഏതാണെന്നുള്ളത് നിങ്ങളെ കാണിക്കും. നിങ്ങളത് ആക്ട് ചെയ്ത് ഇവരെ കാണിച്ചു കൊടുക്കണം, ഇവരത് പറയണം. ഡാൻസ് ചെയ്തിട്ട് ആക്ട് ചെയ്തിട്ടുള്ള ഡാൻസ് ചെയ്തിട്ട് നിങ്ങളെല്ലാവരും ഗ്രൂപ്പാണ്. സോ നിങ്ങളെല്ലാവരും ഒരു സ്റ്റെപ്പ് ഇട്ടണം. ഓക്കെ, സോ ഫസ്റ്റ് വൺ, ദിസ് ഇസ് ഫോർ യു. ഓക്കെ, യാ, this is the only song I can give it to you. Rest all are Malayalam songs. You also join. Ale kudi kuttu. Okay, dance ചെയ്താണ് കാണിക്കുന്നത്. So this is team work. Okay, ഇതിന് സമ്മാനമുണ്ട്, പ്രോത്സാഹന സമ്മാനം. പാട്ടിന്റെ പേരിൽ നിങ്ങൾ ഡാൻസ് ചെയ്ത് ആക്ട് ചെയ്യണം. ഓക്കെ. ഏത് പാട്ടാണ്? പാന്റ് പൊക്കുന്നു. Doctor. This is not Damsharas. Oh. Chaplin. Charlie Chaplin. Hey, come on. Ambili. സോങ് അല്ലേ? Dance കളിക്കുന്ന ഡോക്ടർ. സോങ് അല്ലേ? സിനിമ അല്ലടാ. വട്ടം അറിയാൻ പറ്റില്ല. ഗൈസ്, ഇത് ഒരിടക്ക് ഭയങ്കര വൈറൽ ആയിട്ടുള്ള ഒരു ഡാൻസ് ആണ്. ഡാൻസോ?
ഡോക്ടർ രണ്ടുപേര് അത് ആ പാട്ട് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ എനിക്ക് മനസ്സിലായി. എനിക്ക് പാട്ട് കിട്ടി. ഓക്കെ അല്ലേ? അയ്യേ ഇതെത്ര പറഞ്ഞു കൊടുക്കരുത്, ചെവിയിലും പറയണവര് കേൾക്കണം. ഓക്കെ കാണിക്കട്ടാ. ഓക്കെ ഓക്കെ, സോ നെക്സ്റ്റ് യു ഗൈസ്. പറഞ്ഞോ കൂടെ പറഞ്ഞു കൊടുക്കുക. മണി വള കുപ്പി വള കീല് കീല് കീലിങ്ങനല്ല അല്ലല്ല വള വള അടിപൊളി അടിപൊളി. സ്റ്റെപ്സ് ഒക്കെ പ്രതീക്ഷിച്ചു. സ്റ്റെപ്സ് പിന്നെ ഓക്കെ ഓക്കെ. ഇത് നിങ്ങൾ ഡാൻസ് കളിച്ചേ പറ്റൂ. ഓക്കെ ഇവൻ കാണിക്കും ഇത് കാണിച്ചോ. സ്റ്റെപ്പ് ഇട്ടാ മതി, അപ്പൊ മനസ്സിലാവും. ഡാൻസ് ചെയ്തേ പറ്റൂ. സ്റ്റെപ്പ് അങ്ങനെ ആ ഓക്കെ ഓക്കെ റേഞ്ച് കിട്ടിട്ടുണ്ട്. കണ്ണ് കണ്ണ് കാണാ രണ്ട് സ്റ്റെപ്പ് ഒക്കെ ഇട്. കണ്ണോട് ഇതിന് നിങ്ങൾ സ്റ്റെപ്പ് ഇട്ടേ പറ്റൂ. ഈ സ്റ്റെപ്പ് നിങ്ങൾ ഇടും, ബിക്കോസ് ഇത് ആക്ട് ചെയ്യേണ്ട സംഭവമല്ല. ഇത് എന്തായാലും നിങ്ങളെ കൊണ്ട് പറ്റും. സോറി, ഇതല്ല. അത് ഒരുമിച്ച് നിങ്ങൾ കളിച്ചു വേണമെങ്കിൽ എന്നാ അറിയുന്നവര് ചെയ്തു. തീർന്നിട്ട് ഒരു നിമിഷം. ഓക്കെ, അല്ലെങ്കിൽ വേണ്ട, ഇതിപ്പോ എല്ലാവർക്കും അറിയുന്നല്ലേ, അപ്പൊ ഒരുമിച്ച് കളിക്കാം. Come on, come on everyone. അല്ലല്ല സ്റ്റെപ്പ് 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. ഓക്കേ, ഫസ്റ്റ് റൈറ്റ് ഒരിക്കൽ കൗണ്ട് ചെയ്യാം. ഫസ്റ്റ് റൈറ്റ് അല്ലേ? 1 2 3 4 5 6 7 8 1 2 3 4 5 6 ഫസ്റ്റ് റൈറ്റ് ഫസ്റ്റ് റൈറ്റ്. ഓക്കേ സെയിം സെയിം. എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കൊള്ളാം. ആർക്കാണ് മൂൺ വാക്ക് മൂവിനെ പറ്റി കൂടുതൽ സംസാരിക്കാനുള്ളത്? ആർക്ക് വേണമെങ്കിലും മൈക്ക് തരാം. ഇപ്പൊ എനിക്ക് സംസാരിക്കാൻ തോന്നുന്നില്ല. അതെന്താ അങ്ങനെ ഒരു അല്ല ഇത് ഒരുപാട് തുടങ്ങിയപ്പോൾ ഞാൻ എല്ലാവരും ന്യൂ ഫേസസ് തന്നെയാണ്. ഒരുപാട് എഫേർട്ട് എല്ലാ പടങ്ങളിലും എല്ലാവരും ഇടുന്നതാണ്. പക്ഷെ കുറെ ന്യൂ എഫേർട്സ് ഇതിനു വേണ്ടി ഇട്ടിട്ടുണ്ട്. പുതിയ കുറെ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ എന്തായാലും കാണണം. ഓബിയസ്ലി 23-ാം തീയതി എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്യണം. കാരണം ഞങ്ങൾ ട്രെയിനിങ്ങിനും ഗ്രൂമിങ് സെഷന് തന്നെ ഞങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് നമ്മൾ അതിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണണം. ഡാൻസ് മാത്രമുള്ള ഒരു മൂവി അല്ല ഇതില്, സ്റ്റോറി ഉണ്ട്. അതെ, യൂത്ത് ടാലന്റ് സപ്പോർട്ട് ഉണ്ട്. കോളേജ് വൈബും ഹോസ്റ്റൽ വൈബും ഒക്കെ
എല്ലാവരുടെ ഇമോഷനിലൂടെ കടന്നു പോകുന്ന ഒരു സ്റ്റോറിയാണ് ഇതല്ലേ? മൂവിയാണെന്ന് ആരും തെറ്റിദ്ധരിക്കും. തെറ്റിദ്ധരിക്കരുത്, ഡാൻസ് ഓൺലി മൂവി അല്ല, എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എല്ലാവരും ഡാൻസ് ഇഷ്ടപ്പെടുന്ന ഡാൻസിന് ഇമ്പോർട്ടൻസ് അവരുടെ ലൈഫ് അണ്ടർസ്റ്റുഡ്. തലസ്ഥാനത്തുള്ള അതാണ് ചോദിക്കാനുള്ളത്. ഇതൊരു റിയൽ സ്റ്റോറി ആണോ? റിയൽ ലൈഫ് ഇൻസ്പയർഡ് ആണ്. ട്രൂ ഇവന്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഓക്കെ, നൈസ്. പിന്നെ എഫേർട്ട് ഇട്ടിട്ടുള്ളത് ഐ മീൻ ആക്ടേഴ്സ് ഞങ്ങൾ മാത്രമല്ല, കൊറിയോഗ്രാഫേഴ്സും എഡിസും എല്ലാവരും എല്ലാ ദിവസവും എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് നിങ്ങളുടെ ഡാൻസേഴ്സ്, നിങ്ങൾ യൂത്ത് ഡാൻസേഴ്സ് ആണ്, നിങ്ങളെ കാണാൻ വേണ്ടി 3 സീനിയർ ഡാൻസേഴ്സും നമ്മളുടെ കൂടെ ഇപ്പൊ വരാൻ പോവാണ്. നമുക്ക് അവരെയും കൂടി വിളിക്കാം. എവിടെ വേണമെങ്കിലും നിൽക്കാം. പണ്ട് തൊട്ടേ ഉള്ള ഡാൻസേഴ്സ് ആണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും അവർക്ക് എന്താ പറയാനുള്ളതെന്ന് അറിയണല്ലേ? ആർക്ക് വേണമെങ്കിലും തുടങ്ങാം. ഹലോ, ഞാൻ ജോൺസൺ, കൊച്ചിയിൽ നസ്രത്ത് നിന്നാണ് വരുന്നത്. ആദ്യകാല സിനിമാറ്റിക് ഡാൻസ്, വെസ്റ്റേൺ ഡാൻസ് ഉരുത്തിരിഞ്ഞ് വന്ന ഞങ്ങളിൽ നിന്നാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടുള്ള വ്യക്തികളാണ് ഞാൻ, ഷെൽട്ടൻ, ഇവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാസറ്റ് ഇറങ്ങിയിട്ടില്ല. റെക്കോർഡിൻ്റെ കാലഘട്ടത്തിൽ ഞങ്ങൾ ഡാൻസിലായിട്ട് വന്നതാണ്. അന്ന് നമുക്കൊരു വീഡിയോ ഒന്നും കാണാനായിട്ടുള്ള അവസരങ്ങൾ പോലും ഇല്ല. അന്ന് ഞങ്ങൾ ആദ്യമായിട്ട് വേവ്സ് എന്ന് പറയുന്ന സാധനമൊക്കെ കണ്ടു കേരളത്തിൽ കയ്യേക്കൂടി വന്നത് ഈ നിൽക്കുന്ന അലക്സിൻ്റെ കയ്യേക്കൂടിയാണ്. ഞങ്ങളുടെ ക്ലാസ് ഒന്നിച്ച് അങ്ങ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാണ്. ഇത് ഒരുപാട് എഫർട്ട് എടുത്തിട്ടാണ് ഞങ്ങളിത് ചെയ്തിട്ടുള്ളത്. ഇത്രയും പറയുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവരും പറയൂ. സർ പറയൂ. ഹലോ, ഞാൻ ഷെൽട്ടൻ ഫ്രം തൃശ്ശൂർ. ചെറുപ്പത്തിൽ ആദ്യമായിട്ട് ഡാൻസ് കളിക്കാൻ 86-ലാണ്, ബ്രേക്ക് ഡാൻസ്. 86 ഡിസംബർ 25. പിന്നെ അത് തുടങ്ങിയ അവസാനം ഓൾ കേരള കോമ്പറ്റീഷനിൽ വന്നു. തൃശ്ശൂർ നടന്ന ഓൾ കേരള കോമ്പറ്റീഷനിൽ ഗോൾഡ് റിംഗ് എടുത്തു. പിന്നെ മുഴുവൻ കേരളത്തിലല്ല, അന്നത്തെ 88, 89 ഫെബ്രുവരി 5 നടന്നേട്ടാ. കംപ്ലീറ്റ് ഓർമ്മയുണ്ട്. അതൊന്നും മറക്കാൻ പറ്റില്ല. അത്രയും ഇപ്പൊ ജോൺസൺ മാഷ് പറഞ്ഞ അത്രയും ബുദ്ധിമുട്ടി. ഓരോരുത്തരെ വീട്ടിൽ പോയിട്ട് ബെഗ് ചെയ്യണം, ഒന്ന് കാസറ്റ് ഇട്ട് കാണിച്ചു തരാൻ. നിങ്ങൾക്ക് എല്ലാം വിരൽ തുമ്പില, എല്ലാ സൗകര്യവും. ഇതൊന്നുമില്ല. നല്ല ഫ്ലോർ പോലും ഇല്ല. അവിടെ നിന്ന് കളിച്ച് ഇവിടെ എത്തി. ഇനി നിങ്ങൾ ഞങ്ങളുടെ കാലം കാണിക്കുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷം. താങ്ക് യു. നിങ്ങളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കണ്ടതിൽ തന്നെ വലിയ സന്തോഷം. ഇതിപ്പോൾ മുൻപ് പറഞ്ഞ പോലെ എല്ലാ സൗകര്യങ്ങളൊന്നും ഉണ്ട്. ഏതാണ്ട് ഇതുപോലെ മുടിയുണ്ടായിരുന്ന ഒരാളെ എൻ്റെ മുടി പോയത് എയർ സ്പിൻ എടുത്തിട്ടാണ് മുടി പോയത്. 40 വർഷത്തിന് മുൻപ്. അത് ടർപ്പാളിനല്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന കട്ടിയുള്ള ടർപ്പാളിന്മേലാണ് തലകുത്തി കറങ്ങുന്നത്. ഫ്ലോർ ടൈൽസ് ഒന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെ ഞാൻ പറയട്ടെ, ഒരു വീട് പണിത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭംഗി എല്ലാവരും ആസ്വദിക്കും. പക്ഷേ ആ വീട് പണിയുന്നതിന് മുൻപ് അതിൻ്റെ ഫൗണ്ടേഷൻ ഇടാനായിട്ട് ചെളി കോരുന്ന ചില വിഭാഗമുണ്ട്. അവരാരും അറിയില്ല. എന്ന് പറഞ്ഞതുപോലെ 40 വർഷങ്ങൾക്ക് മുൻപ് ഇതിൻ്റെ പുറകിലുള്ള അധ്വാനം ഭയങ്കര വലുതായിരുന്നു. പൈസയില്ല, സൗകര്യങ്ങളില്ല, ക്യാസറ്റ് ഇല്ല, ഒന്നുമില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ആയിരുന്നു ജോൺസൺ മാഷിൻ്റെ വീട്ടിലാണ് ഈ പ്രോഗ്രാമൊക്കെ എല്ലാം ചെയ്യണത്. അവിടെയാണ് ജീവിതം മുഴുവനും അതിന് കൊടുത്തുന്നുള്ള ഇതിലാണ് നടന്നുകൊണ്ടിരുന്നത്. ഒരുപാട് സ്റ്റേജുകൾ ഇതുപോലെ മുൻപ് ഇപ്പോൾ ഷട്ടൻ മദർ പറഞ്ഞതുപോലെ തന്നെ ഒന്നുമില്ല, ഓരോ പിള്ളേരെയൊക്കെ സെലക്ട് ചെയ്യണതും അവരെ പഠിപ്പിക്കണതും ഒക്കെ എല്ലാം ഭയങ്കര ശ്രമമായിരുന്നു അതിനകത്ത്. അന്നൊന്നും ഇല്ലല്ലോ, ഇതൊന്നും ഇല്ല, കാണാനായിട്ടൊന്നുമില്ല. അനി വേവ്സ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒന്നും നമുക്ക് ഇപ്പം ഈസിയാണ്. വേവ്സ് പല മോഡലിലൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് അതിൻ്റെ തുടക്കത്തിൽ അത് ഭയങ്കര പ്രയാസമാണ് അത് കണ്ടുപിടിക്കാനായിട്ട്. അതുപോലെ ഇപ്പോൾ നടക്കുന്ന ഹെഡ് സ്പിൻ, ഷോൾഡർ സ്പിൻ, അതുപോലെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഇപ്പോൾ മുഴുവനൊക്കെ പറഞ്ഞത് ഇപ്പോൾ ഇറങ്ങിയതൊക്കെ അത്തരമുള്ള സംഗതികളിലൊക്കെ അത് ഭയങ്കര ഇതാണ്, ഭയങ്കര സംഭവങ്ങളായിരുന്നു. അതെല്ലാം ഇങ്ങനെയാക്കി ആയതിൽ ദൈവത്തിന് നന്ദി പറയണം. പുതിയ തലമുറകളെ കാണാനും നിങ്ങളെ എല്ലാ സംരംഭങ്ങളും കാണുമ്പോൾ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.
ഹാൻഡ് വേവ് ഒന്ന് കാണണം പ്ലീസ്. അതെ, ഇവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാരും കൂടി ഹാൻഡ് വേവ് ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ ഞങ്ങളുടെ ഹാൻഡ് വേവ് കാണിക്കാം. ഓക്കെ, അപ്പൊ റെഡി അല്ലേ എല്ലാവരും? നീ കാണിച്ചോ. അല്ല, ഒരുമിച്ച് കൂടി കാണിക്കാം. അപ്പു കാണിക്കാം. അപ്പുന്റെ സെറ്റ് ചെയ്തോ. പെർഫെക്റ്റ്. ഓ ബോഡി മൊത്തം അങ്ങോട്ട് കാണിയടാ. അടിപൊളി. ഇനി നമ്മുടെ 3 സീനിയേഴ്സ് ആണ് കേട്ടോ. കുറേ തെറ്റുകൾ കാണും. അവര് കാണണ്ടേ? ഓക്കെ, ഞാൻ കാണിക്കാം. ഓക്കെ. ഒന്ന് തിരിഞ്ഞുകൂടി കാണിക്കാം. നിങ്ങൾ കൂടി ജോയിൻ ചെയ്യുന്നോ? സർ ജോയിൻ ചെയ്യുന്നോ കഴിഞ്ഞിട്ടോ? വേറെ സൈഡിൽ കാണിക്കാം. ഇതൊക്കെ നമുക്കൊരു ഇൻസ്പിറേഷൻ ആണല്ലേ? ഉറപ്പായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആണ്. അപ്പൊ നിങ്ങൾ 3 പേരും കൂടി ഒരു സ്റ്റെപ്പ് കൂടി കാണിക്കാമോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്? ഗ്ലാസ് പോകണം എല്ലാരും കാണിക്കുക. ഗ്ലാസ് അത് ഞാൻ കാണിച്ചു നോടാ. നെക്സ്റ്റ് ബ്രേക്ക് ഡാൻസ് എല്ലാരും കാണിക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആണ് ഇത്. നിങ്ങൾ താങ്ക് യു സോ മച്ച്. നിങ്ങൾ 3 പേരും കൂടി ഒരു സ്റ്റെപ്പ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. 3 പേരും ഇൻഡിവിജ്വലി ചെയ്താലും മതി. It's okay. Wow. Thank you so much. Thank you so much. പോപ്പിംഗ് കാണിച്ചോ? പോപ്പിംഗ് ഉണ്ട്. പോപ്പിംഗ് ഇവൻ. ഞാൻ ആ വീഡിയോ കണ്ടു. ഓക്കെ. ഇവനാണ് പോപ്പർ. എങ്ങോട്ടാണ്? അങ്ങനെയൊന്നോ? ഇത്രയ്ക്കല്ല, അതായത് ഞങ്ങൾക്ക് ചെറുതുകളാണ്. നോക്കാം, ഞാൻ കാണിക്കാം. അങ്ങോട്ട് ചെയ്തു. നിങ്ങൾ ജൂനിയേഴ്സ് സീനിയേഴ്സ് എല്ലാം ലൈക്ക് എല്ലാവരും ഒരു മൂവി കണ്ട പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്തോഷം. ശരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആണ്. നിങ്ങൾ 3 പേരും ഇത്രയും എനർജറ്റിക് ആയിട്ട് സംസാരിക്കുന്നു, ചെയ്യുന്നു. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ആൻഡ് എവ്രി വൺ. നിങ്ങൾ എല്ലാവരും അടിപൊളിയാണ്. അതെ, ഈ ചീല പിള്ളേരുടെ ഞെരുപ്പ് 23rd നമ്മുടെ മൂൺ വാക്ക് ഇറങ്ങാണ്. അപ്പൊ വലിയൊരു വിജയമായിക്കട്ടെ. ഇതുപോലെ തന്നെ എപ്പോഴും ചില്ലായിട്ട് ഹാപ്പി ആയിട്ട് വളരെ ആക്റ്റീവ് ആയിട്ട് ഇരിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.